ചില സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ സാമുദായിക ചേരുവകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയിൽ നല്ല സ്വാധീനം ചെലുത്താം. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് എല്ലാ വർഗീയതയും ശക്തിപ്പെട്ടിട്ടുള്ള ഒരു ജനവിധിയാണ് ഇപ്പോൾ കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് പറയാമെങ്കിൽ എല്ലാ വർഗീയതയ്ക്കും ആശ്വാസം കിട്ടുന്ന, ആശ്വാസമല്ല, വർഗീയതയെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനവിധിയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങളാണ് ഏറ്റവും ആശങ്കാജനകമായ അവസ്ഥ. അപ്പൊ എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട് ഇടതുപക്ഷ വിരുദ്ധമായി പ്രവർത്തിച്ചു. ആ സ്ഥാപിത താല്പര്യങ്ങളുടെയും തീവ്ര വർഗീയ അജണ്ടയുടെയും ആഴം വേണ്ടത്ര ഉൾക്കൊണ്ട് അതിനെ അതിജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജനവിധി വന്നിട്ടുള്ളത്. ചില സൂക്ഷ്മ പരിശോധനകൾ നമ്മൾ നടത്തേണ്ടത്. ഈ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ? മൂപ്പർക്ക് ഏത് വർഗീയവാദികളുമായിട്ട് ചർച്ച നടത്താം, അടിച്ച് ഫിറ്റാകാം. അത് ചോദ്യം ചെയ്താൽ പറയും അല്ല അതും അങ്ങനെയല്ല ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ വോട്ട് ചെയ്തു, തോറ്റു കഴിഞ്ഞാലോ എല്ലാവരും വർഗീയവാദികൾ, അവർ നമ്മൾ തോൽപ്പിച്ചു, വർഗീയവാദികളൊക്കെ ഒന്നായി. എന്താ സഖാവ് കാണുമ്പോഴേ ഒരു ചെറിയ കോമഡി സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ കലാഭവൻ മണിയും ഒടുവിൽ ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള ഒരു സംഭാഷണം. നമുക്ക് അതൊന്ന് കേട്ടു നോക്കിയാലോ? ശ്രദ്ധിക്കൂ, ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായിച്ചോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെടി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് 2 ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും, നമ്മൾ പൂർവാധികം ആരോഗ്യവനായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് പണ്ടൊരു പഴമൊഴി എന്നൊക്കെ പറയില്ല, അതാണ് ഓർമ്മ വരും. തമ്പ്രാൻ വിശന്നിട്ട് ചാണകം കഴിച്ചാൽ അത് മരുന്നെന്ന് പറയും. അടിയാളൻ മരുന്നിന് വേണ്ടി ചാണകം കഴിച്ചാൽ അത് വിശന്നിട്ട് എന്നും പറയും. ആ ഒരു ഉദാഹരണമല്ലേ ഇതിന് ചേരുക? എൻ്റെ രാഘവൻ സഖാവ് നിങ്ങൾക്കിട്ടുള്ള മറുപടി കെ ശശി തരുന്നുണ്ട്. ഏതായാലും കെ ശശിയുടെ മാസ് ഡയലോഗ് എന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ. CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ വിജയരാഘവൻ, അദ്ദേഹത്തിനൊരു ഗുണമുണ്ട്. മൂപ്പര് നടന്നു പോയ വഴിക്ക് ഒരു പച്ചപ്പുല്ല് മുളക്കില്ല. മഹാനായ നേതാവാണ്. നടന്നു പോയാൽ മതി, ഒരു പുല്ല് പോലും മുളക്കില്ല. അദ്ദേഹം അവിടെ വന്ന് പ്രഖ്യാപിച്ചു, UDF-ന്റെ MLA ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് 5000 വോട്ടിനാണ്. 5000 വോട്ടിനാണ് ജയിച്ചത്. അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി CPM-നകത്ത് നിന്ന് പ്രവർത്തിച്ച കെ ശശി ഇപ്പൊ CPM-ൽ ഇല്ല. അദ്ദേഹം CPM-ൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തവണ UDF പരാജയപ്പെടും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോ ഞാൻ ഉറപ്പിച്ചു, ഷംസുദ്ദീന്റെ ഭൂരിപക്ഷം വർദ്ധിക്കും. 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി മണ്ണാർക്കാട്ട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പൊതുവെയുള്ളൊരവസ്ഥ എന്താ? ഇന്ത്യൻ ഇടതുപക്ഷം അസ്തമിച്ചില്ലാതാകുകയാണ് എന്ന തോന്നൽ ബലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇന്ത്യൻ ഇടതുപക്ഷം വലിയ തകർച്ചയെ നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വെസ്റ്റ് ബംഗാൾ കയ്യിൽ നിന്ന് പോയി, ത്രിപുര കയ്യിൽ നിന്ന് പോയി. അതിനു മുമ്പ് മറ്റ് സ്വാധീനം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇടതുപക്ഷം ദുർബലപ്പെട്ടു, തകർന്നുപോയി. ആകെ അധികാരത്തിലുണ്ടായിരുന്ന ഏക സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനം മാത്രമാണ്. ആ കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നല്ല, CPIM-ന്റെ സീറ്റുകളുടെ എണ്ണം 26ലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്തൊക്കെ MLA-മാരുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ, ഞാൻ ഇന്നലെ കിട്ടിയ വിവരം, പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളുകൾ പരക്കം പായ
കാരണം എത്ര പേരെ ഉൾപ്പെടുത്താൻ പറ്റും? 24 പേരുടെ 26 MLA-മാരുടെ പേഴ്സണൽ സ്റ്റാഫായി ഒരു പരിധിയില്ല. അവരാകെ കിടന്ന് പരക്കം പോയാണ്. ഒരേ സ്ഥാനത്തേക്ക് വേണ്ടി നിരവധി ആളുകൾ കടന്നു വരികയാണ്. കാരണം അവിടെ കഴിഞ്ഞ 10 കൊല്ലമായി കെട്ടിക്കിടന്നിരുന്ന ആളുകൾ ഒരു പണിയില്ലാത്തവരായി മാറുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സ്ഥിതി ആകെ മാറുകയാണ്. CPIM ചെന്നുപെട്ടിട്ടുള്ള വളരെ ആഴത്തിലുള്ള ഈ തകർച്ചയുണ്ടല്ലോ, ആ തകർച്ചയുടെ ഡെപ്ത് നമ്മുടെ പ്രതീക്ഷയെ കവച്ചു വെക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും കടുത്ത ആരാണ് CPM-നെ തോൽപ്പിച്ചത്? ജനങ്ങൾ തോൽപ്പിച്ചു എന്നൊരൊറ്റ ഉത്തരം കൊടുത്താൽ പോരാ. തോൽപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് CPIM-ന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. പ്രവർത്തനത്തിന് വേണ്ടി സ്ക്വാഡ് വർക്കിന് പോകുന്ന CPIM-ന്റെ പ്രവർത്തകർ CPIM-നെതിരായി വോട്ട് രേഖപ്പെടുത്തിയതിന്റെ ഒരുപാട് അനുഭവങ്ങൾ എല്ലായിടത്തും. ജയിച്ച മണ്ഡലങ്ങളിൽ പോലും വോട്ട് കുത്തനെ കുറഞ്ഞു. ജില്ലയുടെ കണക്കെല്ലാം ഇവിടെ സതീഷ് പറയും. വലിയ തോതിലുള്ള വോട്ട് വ്യത്യാസമാണ്, വോട്ടിലുണ്ടായിട്ടുള്ള കുറവ്. വെസ്റ്റ് ബംഗാളിൽ 35 വർഷം വേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ. 35 കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ ശേഷമാണ് CPIM ഗുരുതരമായ തകർച്ചയെ നേരിട്ടത്. ആ തകർച്ചയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു സീറ്റാണ്, ഒറ്റ സീറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന് കിട്ടിയത്. എന്തോ അബദ്ധം സംഭവിച്ചു പോയതാ. കഴിഞ്ഞ തവണ 0, ഇത്തവണ 1 സീറ്റ് കിട്ടി. അതൊരു മഹാകാരിയായിട്ട് കണക്കാൻ എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയല്ല. ചെറിയ വോട്ടിനാണ് ജയിച്ചത്, നിസ്സാരമായ വോട്ടിനാണ് ആ 1 സീറ്റ് ജയിച്ചത്. ത്രിപുര നേരത്തെ പോയി, അവിടെയൊന്നുമില്ല. കേരളത്തിൽ 26-ലേക്ക് വന്നു. അപ്പൊ വെസ്റ്റ് ബംഗാളിൽ 35 വർഷം വേണ്ടി വന്നു CPM-ന്റെ തകർച്ചയ്ക്ക്. എങ്കിൽ 10 കൊല്ലം കൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങൾ CPIM-നെ മടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി CPIM വേണ്ട എന്ന നിലപാടിലേക്ക് ഈ കേരളത്തിലെ മനുഷ്യൻ എത്തിയെങ്കിൽ ഇത് ഒരു പുനർവിചിന്തനത്തിന് രാജ്യത്തെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നത്? ഇന്ത്യയിലെ ലെഫ്റ്റ് മൂവ്മെന്റിനെ ആരാണ് ദുർബലപ്പെടുത്തുന്നത്? ഇന്ത്യയിലെ ലെഫ്റ്റ് മൂവ്മെന്റിനെ ആരാണ് ഇല്ലാതാക്കുന്നത്? ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുന്നത്, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നത് വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതൊന്ന് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പാർട്ടി, മറ്റൊന്ന് CPIM. ഇതാണ് 2 വ്യവസ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ആ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 പാർട്ടികളും ചെയ്തു വരുന്ന കാര്യം, അവർ ഇടതുപക്ഷ നയങ്ങൾ കൈയൊഴിഞ്ഞപ്പോ ഇടതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒരു ബദശക്തി വേണ്ടേ? അവിടെയാണ് DMF-ന്റെ പ്രസക്തി കിടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, എങ്ങനെയാ വർക്കിംഗ് ക്ലാസിന്റെ പാർട്ടി എന്നല്ലേ പറയുന്നത്? വർക്കിംഗ് ക്ലാസിന്റെ പാർട്ടിയാണെങ്കിൽ വർക്കിംഗ് ക്ലാസിനോട് ഒരു ശരിയായ നിലപാട് സ്വീകരിക്കണ്ടേ? ഗവൺമെന്റ് അധികാരത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ ഗവൺമെന്റ് അധികാരത്തിലുണ്ടാവുമ്പോഴല്ലേ ആശാ വർക്കേഴ്സിന്റെ സുദീർഘമായ പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തോട് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? ആ ഗവൺമെന്റിനെ ആ സമരത്തെ അവഗണിച്ച് തള്ളുകയല്ലേ ഉണ്ടായത്? ഇലക്ഷൻ നടക്കുന്ന സമയത്തും ആശക്കാർ സമരപന്തലിലായിരുന്നു. ആ സമരത്തെ അവഗണിച്ച് തള്ളി. അവരുടെ ആവശ്യങ്ങളോട് ഒരു നീതിപൂർവകമായ സമീപനം സ്വീകരിക്കാൻ ഗവൺമെന്റ് എന്ത് തയ്യാറായില്ല? തൊഴിൽ വകുപ്പ് CPIM-ന്റെ കയ്യിലായിരുന്നില്ലേ?